ഒരുപക്ഷെ ഇത് റോജി അറിഞ്ഞ് സംഭവിച്ചതാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതല്ലെങ്കിൽ റോജി ഒരുപക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാവാനും സാധ്യതയുണ്ട്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് റോജി എം ജോൺ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കായംകുളം നഗരസഭയിലെ 1-ാം വാർഡിലെ, അതായത് UDF കൺവീനർ കൂടിയായിട്ടുള്ള ഇർഷാദ് എന്ന് പറയുന്ന ആളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് നടത്തിയ ഷാജു എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടും ഭീകരനെ പിടിച്ചിട്ടാണ് എവിടെ വെച്ചിരിക്കുന്നത്? റോജി എം ജോണിൻ്റെ, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഒരു KC ബിബിൻ എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഈ KC ബിബിൻ ആരാണ്? മുൻ പ്രധാനമന്ത്രിയും അന്തരിച്ചുപോയ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മൻമോഹൻ സിംഗിനെ കാണുന്ന സമയത്ത് എനിക്ക് പൂച്ചയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ ഒരു മഹാനാണ് അയാൾ. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കോൺഗ്രസിന് വേണ്ടിയിട്ട്, അതായത് KSUക്കാർക്ക് വേണ്ടിയിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടും സൗജന്യമായിട്ട് കേസുകൾ വാദിച്ചിട്ടുള്ള ആളുകളെ പോലും അവഗണിച്ചുകൊണ്ടാണ് മറ്റേതോ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൗൺസിലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെയൊക്കെയാണ് ഇപ്പോൾ എവിടെ നിയമിച്ചിരിക്കുന്നത്? UDF സർക്കാരിന്റെ GP ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നൊരു വിഷയം, അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം. ഈ സർക്കാരിന്റെ കാലത്തെ നിയമന വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. ഗവൺമെന്റ് പ്രീഡർ നിയമനത്തിൽ RSS ബന്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിന്റെ ലേറ്റസ്റ്റ് എഡീഷനായി വന്നിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടെ RSS അല്ല, ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് ആരോപിക്കപ്പെടുന്നത്. അതും വെൽഫെയർ പാർട്ടിക്കൊക്കെ വേണ്ടി അവരുടെ ബാക്ക് എൻഡിൽ സജീവമായി പ്രവർത്തിച്ച ഒരാൾ, മീഡിയ വണിലെ ഒരു പരിചിത മുഖം. അപ്പം അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരുന്നത്. രണ്ട് വർഗീയ ശക്തികളെയും ഒരേ സമയം തൃപ്തിപ്പെടുത്തുകൊണ്ട് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്? ഒരുപക്ഷെ ഇത് റോജി അറിഞ്ഞ് സംഭവിച്ചതാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതല്ലെങ്കിൽ റോജി ഒരുപക്ഷെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാവാനും സാധ്യതയുണ്ട്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് റോജി എം ജോൺ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രി കൂടിയാണ്. ഇപ്പോൾ കുന്നത്തനാട് വിഷയമൊക്കെ എത്ര ഈസി ആയിട്ടാണ് പരിഹരിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മുടെ സഹോദരതുല്യനായിട്ടുള്ളൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് KSU സമരങ്ങളിലൊക്കെ പെട്ട ഏകദേശം ഒരു 28 മുകളിൽ കേസുകളുണ്ട്. അത് പല സ്ഥലങ്ങളിലായിട്ടാണ്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് കേസുകളുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചില സ്ഥലങ്ങളിലെ കേസുകളൊക്കെ പരിഹരിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ ചില സ്ഥലങ്ങളിലെ കേസുകളൊക്കെ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഞാനവിടെ കളിയാക്കിക്കൊണ്ട് പറയുമായിരുന്നു, നീ ഏതെങ്കിലും RSSകാരനെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനെയോ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ കേസുകളും അവർ പരിഹരിച്ചു തരും. കോൺഗ്രസ്സുകാരനെന്നും പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്ത് കിട്ടത്തില്ല. കാരണം ഇവിടെ തല്ലുകൊള്ളാനും അതോടൊപ്പം തന്നെ ഇവിടെ സമരങ്ങൾ നടത്താനും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയ ആളുകളാണ് KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും. അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നടക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും നമുക്കറിയാം. കാരണം ഈ കേസിന് വേണ്ടിയിട്ട് നടന്ന് ജീവിതം തുറപ്പിച്ചു കളഞ്ഞിട്ടുള്ള KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്. കാരണം ഈ കേസിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് വിദേശത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് എടുക്കാൻ സാധിക്കാത്ത KSU കുട്ടികളെക്കുറിച്ച് നേരിട്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളെ പരിഗണിക്കേണ്ട സ്ഥലത്തേക്കാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി, അതും കായംകുളം നഗരസഭയിലെ 1-ാം വാർഡിലെ, അതായത് UDF കൺവീനർ കൂടിയായിട്ടുള്ള ഇർഷാദ് എന്ന് പറയുന്ന ആളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് നടത്തിയ ഷാജു എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടും ഭീകരനെ പിടിച്ചിട്ടാണ് എവിടെ വെച്ചിരിക്കുന്നത്? റോജി എം ജോണിൻ്റെ, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. റോജി എം ജോൺ ഇനിയെങ്കിലും മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരുപക്ഷെ മതേതര സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, താനൊരു മതേതരവാദിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു അഭിപ്രായം പറയുന്നത് എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോജി എം ജോൺ ഇപ്പോഴെങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഇതേപോലെയുള്ള കൊടും ഭീകരന്മാരെ, ഈ മീഡിയ വൺ എന്ന് പറയുന്നത് തന്നെ ഒരു ഭീകരന്മാരുടെ ഒരു സദസ്സാണത്, ഭീകരരിയ്ക്കുന്ന സദസ്സാണ് മീഡിയ വൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബാക്കപ്പ് ചെയ്യുന്ന, മതരാഷ്ട്രവാദം ഉയർത്തുന്ന, പാകിസ്ഥാനിയായിട്ടുള്ള മൗദൂദി സ്ഥാപിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരു കൊടും ഭീകരനെ പിടിച്ച് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് UDF വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും KSUക്കാരൻ്റെയും മുഖത്തടിക്കുന്നതിനും തുപ്പുന്നതിനും തുല്യമാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ലിജുവിൻ്റെ അടുക്കലേക്ക് ചെന്നു, എന്നെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ലിജു പറഞ്ഞു, നീ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അങ്ങനെ ലിജു ഇറക്കി വിട്ട ഒരുത്തനെയാണ് ഇപ്പൊ റോജിയുടെ സ്റ്റാഫിൽ കയറ്റിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, എവിടെയെങ്കിലും കയറ്റണം എന്നൊരു നിർബന്ധവും ഇതിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും.
തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും പേഴ്സണൽ സ്റ്റാഫിൽ കയറ്റാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഭീകരന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയും പറഞ്ഞ് കാലും കൈയും പിടിച്ച് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഇത് റോജി അറിഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനത്തെ ഒരുത്തനാണ് എന്നറിഞ്ഞതിന് ശേഷം റോജി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇദ്ദേഹത്തെ വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാർട്ടിയോട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് റോജി എം ജോൺ എന്ന് പറയുന്നത്. അതുകൂടാതെ ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്ത് ഫ്യൂച്ചറുള്ള ഒരു നല്ല നേതാവാണ്. നമ്മൾ ഒരുപാട് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ഫ്യൂച്ചറുള്ള ഒരുപക്ഷെ ഭാവിയിലേക്ക് മറ്റൊരു ഉമ്മൻചാണ്ടി സാർ വരെയൊക്കെ ആകാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മന്ത്രിയാണ്. ആ മന്ത്രി ഒരു തരത്തിലും കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമുക്ക് ഏറെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഒരു KC ബിപിൻ എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഈ KC ബിപിൻ ആരാണ്? മുൻ പ്രധാനമന്ത്രിയും അന്തരിച്ചുപോയ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മൻമോഹൻ സിംഗിനെ കാണുന്ന സമയത്ത് എനിക്ക് പൂച്ചയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ ഒരു മഹാനാണ് അയാള്. കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതൊക്കെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള, വിമർശനങ്ങളല്ല വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തിയിട്ടുള്ള KC ബിപിൻ എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നത്? അത് RSS നോമിനിയാണോ? RSS നോമിനി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഈ പറഞ്ഞ നമ്മളുടെ ഈ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും RSSും ആണോ എന്ന് നമ്മൾ സംശയിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല. നമുക്കൊക്കെ ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള, ഏറെ ആദരവുള്ള ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹം ഇന്നലെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ ഒരു തെരുവ് ഗുണ്ട വന്നു നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചു നോക്കി. എന്നിട്ട് അയാൾ വന്നിട്ട് ഈ ACPയോടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുന്നു. എത്ര അവിടെ നിന്ന് റീൽസ് ചിത്രീകരിക്കുന്നു. ഇതൊക്കെ എന്താണ് ഇവിടെ ഈ നാട്ടിൽ നടക്കുന്നത്? ഇവർക്കെല്ലാം അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് ഈ സർക്കാർ. സ്പേസ് കിട്ടുന്ന ഇടിച്ചു കയറുന്നതാണ്. ഇത് ഇടിച്ചു കയറുന്നതാണ്. ഇപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഇടിച്ചു കയറിയ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാപ്പ കേസിന്റെ പ്രതികൾ വരെ ഉണ്ടാവും. ഇടിച്ചു കയറുകയല്ലേ. കാരണം ഇതൊക്കെ ആവാം, ഒരു പരിധി വരെ ആവാം. പക്ഷെ രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ ബഹളത്തോട് ബഹളമാണ്. എല്ലാവരും പൂമാലയും ഷാളുമായിട്ട് ചെല്ലുവാണ്. മന്ത്രിമാർക്കൊക്കെ ജസ്റ്റ് സെക്രട്ടേറിയറ്റിൽ കൂടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സാധിക്കില്ല. അതേപോലെ തിരക്കാണ്. ജനകീയനായ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണിത്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഉണ്ട് ഇപ്പോൾ ഈ സർക്കാരിനകത്ത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പദവിയാണ് കോൺഗ്രസിനകത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ്. ഈ KPCC പ്രസിഡന്റിന് കപ്പാസിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അല്ല, നിലവിൽ KPCCക്ക് ഒരു പ്രസിഡന്റ് ഇല്ല എന്ന് തന്നെ പറയാം. KPCCക്ക് നിലവിൽ പ്രസിഡന്റ് ഇല്ല. കാരണം അതാണ് വസ്തുത. കാരണം KPCC പ്രസിഡന്റ് മന്ത്രിയുമായിട്ടുള്ള സണ്ണി ജോസഫ് സ്വന്തം അളിയനെ പിടിച്ച് പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു. അത് ആദ്യം തന്നെ വിവാദമായി രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഒരു വിവാദങ്ങൾക്ക് പുറമെ വിവാദങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരുന്നാൽ ഒരു സർക്കാരിന് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? അതും ഭരണത്തിലേറി ഒരു മാസം തികയാൻ ഒരു ദിവസം ബാക്കിയുള്ളപ്പോഴാണ്. കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത്, നാളെ ആകുമ്പോഴത്തേക്ക് 18-ാം തീയതി ആവുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സർക്കാരിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ തല്ലുകൊണ്ട് നടന്നിട്ടുള്ള KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. മറ്റ് ചില തൽപര കക്ഷികൾ നിയമിക്കപ്പെടുന്നു. ഇപ്പം GP നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞതാണ്. എങ്കിലും GP നിയമനത്തിൽ കോൺഗ്രസ് അനുഭാവമുള്ള, കോൺഗ്രസിന് വേണ്ടി കേസുകൾ സൗജന്യമായി വാദിച്ചിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കോൺഗ്രസിന് വേണ്ടിയിട്ട്, അതായത് KSUക്കാർക്ക് വേണ്ടിയിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടും സൗജന്യമായിട്ട് കേസുകൾ വാദിച്ചിട്ടുള്ള ആളുകളെ പോലും അവഗണിച്ചുകൊണ്ടാണ് മറ്റേതോ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൗൺസിലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെയൊക്കെയാണ് ഇപ്പോൾ എവിടെ നിയമിച്ചിരിക്കുന്നത്? UDF സർക്കാരിന്റെ GP ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. 10 വർഷം കാത്തിരുന്ന് ഞങ്ങൾക്കൊരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷ കോൺഗ്രസ്സുകാർ, ഇതുപോലൊരു കാലം ഇനി വരല്ലേ എന്ന് ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിട്ടുള്ള AK ആന്റണിയുടെ കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. K കരുണാകരൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ സമയങ്ങളിലൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. K കരുണാകരൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കതറിട്ടുകൊണ്ട് നമ്മളൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു വിലയുണ്ടായിരുന്നു. പക്ഷേ AK ആന്റണിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സാറിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒരു കോൺഗ്രസ്സുകാരൻ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ
സംഘികളും ജമാഅത്തെ ഇസ്ലാമിയും ഭരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നാളെ ഇത് മുസ്ലിം ലീഗിന് തന്നെ വലിയൊരു ഭാരമായിട്ട് മാറും, വലിയൊരു ഭാരമായിട്ട് മാറും എന്നുള്ളതാണ് വസ്തുത. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സാധാരണ കൊങ്ങിയുടെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ടും ട്രോൾ മെറ്റീരിയൽ, ഇപ്പോഴും ട്രോൾ മെറ്റീരിയൽ. അത്രേ ഉള്ളൂ. കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KSUവിൻ്റെ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ നിങ്ങൾ നേതാക്കന്മാർ പറയുന്ന സമയത്ത് കൊടിയും എടുത്ത് പോലീസ് ബാരിക്കേഡിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞിട്ടാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇവർ സമരത്തിനിറങ്ങിയതിനു ശേഷം ഇവരുടെ പേരിൽ കേസുകൾ ചുമത്തപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാസ്പോർട്ട് ലഭിക്കാത്ത ആ പ്രവർത്തകരുണ്ടെന്ന്. അങ്ങനെ പാസ്പോർട്ട് ലഭിക്കാത്ത പ്രവർത്തകരെ കുറിച്ച് പോലും ആലോചിക്കാത്ത, കണ്ണിൽ ചോരയില്ലാത്ത നിലപാടുകളുമായിട്ടാണ് ഈ നേതാക്കന്മാർ മുൻപോട്ട് പോകുന്നതെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉയരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KC വേണുഗോപാലിനെ വിളിക്കൂ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷിക്കൂ എന്നൊരു മുദ്രാവാക്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർക്കിടയിൽ നിന്ന് തന്നെ വരും. അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ വിളിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർന്നേക്കാം. ഇതിലേത് മുദ്രാവാക്യമാണ് ആദ്യം ഉയരുന്നത് നോക്കിയാൽ മതി. അതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രിക്ക് എന്താ മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനത്തിൽ നിയന്ത്രണങ്ങളില്ലേ? അദ്ദേഹം തന്നെ തുറന്നു പറയേണ്ട കാര്യമാണെന്നേ. VD സതീശനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു ഭരണമല്ല. കഴിഞ്ഞ ദിവസം T പത്മനാഭൻ തന്നെ അത് സണ്ണി ജോസഫിനോട് പരസ്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല ഘടകകക്ഷി നേതാക്കന്മാരായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എത്ര നാൾ പോകും എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ നിശബ്ദത. മുസ്ലിം ലീഗിൻ്റെ ഈ പ്രാവശ്യത്തെ 5 മന്ത്രിമാരെടുത്ത് പരിശോധിച്ച് നോക്കൂ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 4 പേരും എന്താ അവസ്ഥ അവരുടെ? കഴിഞ്ഞ ദിവസം PK ബഷീറിൻ്റെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് നമ്മൾ കേട്ടതല്ലേ? ഇംഗ്ലീഷ് പിന്നെ വിട്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് ഭരണനിർവഹണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ഏതൊക്കെയായാലും സംസ്ഥാനത്തെ കോൺഗ്രസിനകത്ത് ആഭ്യന്തര കലഹം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംഘി സുഡാപ്പി ജമാഅത്തേക്കാരുടെ നിയമനം ഈ പറയുന്ന സർക്കാർ നിർത്തലാക്കേണ്ടതുണ്ട്. റോജി M. ജോണിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉള്ളതാണ്. നിങ്ങളൊരു പക്ഷേ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആകാൻ ശേഷിയും ഉള്ള വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു ലക്ഷ്യം നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളിൽ കേരളത്തിന് ചെറിയ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ നല്ലൊരു മന്ത്രിയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഈ നിയമനം ഇത് തെറ്റാണ്, അത് തിരുത്താൻ താങ്കൾ തയ്യാറാകണം എന്ന് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്.